പിള്ളേരെ കൈവച്ചിരിക്കുന്നത് ഒരു വലിയ ടീമിനെ ഭദ്ര. പയ്യൻ ഇപ്പോഴും ഹോസ്പിറ്റലാണ്. തലയിലെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്, അതും കോളേജിന്റെ നടുക്കിട്ട്. FIR ഒന്നും ആക്കിയിട്ടില്ല, വേണേ കൊണ്ടുപോക്കോ. റേഞ്ച് പോയാ സാറേ നമ്മുടെ അനിയനെന്ന് അറിയാൻ പാടില്ലേ? എടോ തനിക്ക് കൈവയ്ക്കുന്ന മുമ്പ് വിളിക്കാൻ പാടുള്ളൂ പന്നി. അതോ അറിഞ്ഞുകൊണ്ട് ചുമ്മാ ചൊറിഞ്ഞതാണോ? ഇതിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. കേസൊന്നും ആവാതെ ഞാൻ നോക്കിക്കോളാം. കൈവെക്കാൻ പാടില്ലായിരുന്നു മോനെ. ഇവനൊക്കെ ഞണ്ണ കൊടുക്കണം, നമ്മളെ പറഞ്ഞാൽ മതി. കോപ്പിലിടപാട്. എടോ താനൊക്കെ ചോദിക്കുമ്പോ ശിവ വേണ്ട ശിവ. അടിച്ചതോടുള്ള തെറ്റൊന്നുമില്ലടാ മോനെ. പക്ഷേ സ്ഥലം അത് പിഴച്ചു. ഒരു പുല്ലനും ഇല്ലാത്ത സ്ഥലം നോക്കി വേണ്ടടാ അടിക്കാൻ. അതൊക്കെ നിന്റെ ചേട്ടായി ശിവ കട്ടക്കില്ലാടി. അതെ, നീ നിന്റെ ചേട്ടായെ പോലെ ആയിരിക്കും, സീനില്ല. പക്ഷെ അതിനൊക്കെ ഒരു ടൈം ഉണ്ടായി. നാളെ തൊട്ട് നീ അമ്മാരോടെ മടയിലേക്ക് പോയി കഴിക്കുന്നു. കഴിക്കുന്നു നിങ്ങൾ ഇത്ര നേരം വക്കാലത്ത് പറഞ്ഞില്ലേ? നിങ്ങൾ തന്നെ അങ്ങോട്ട് ചോദിക്കും. കഴിഞ്ഞ 3 ദിവസം എവിടെ പോയത്? നരകത്തിൽ പോയി കിടക്കുമായിരുന്നു. ചേച്ചി പുള്ള കലിപ്പാണല്ല. പെട്ടിങ്ങടക്കൊക്കെ കൂട്ടാ വേണ. ഇവിടെ ഒരുത്തി ജീവനോടുണ്ടോന്ന് നോക്കാൻ പോലും നേരമില്ലല്ലോ. ഗുണ്ടകളാണ് പോലും. ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ നിന്റെ ആരുമല്ല, ഞാൻ പോവാ. ഇവനെവിടെങ്കിലും ചത്തു കിടക്കാണോന്ന് വിചാരിച്ച് ഞാനവിടെ തീയതില്ലായിരുന്നു. ഞങ്ങൾ നേഴ്സറി പിള്ളേർ എന്താ വെച്ചാൽ പണിഞ്ഞിട്ട് പോകാനായിട്ട്. അകത്ത് നല്ല കത്തിയിരിപ്പുണ്ട്. വെട്ടി പട്ടിക്ക് കൊടുക്കും ഞാൻ. ഇനി എങ്ങാനും ഇവിടെ കണ്ട വെച്ചിട്ടില്ല ഞാൻ. ഓ ശരി ശരി. എന്റെ കുഞ്ഞിനെ കൊണ്ട് എവിടെ പോണേ? കെട്ടിപ്പിടിച്ച് കുഞ്ഞിരിക്കാനുള്ള നിന്റെ മോളൊന്നുമല്ല, എന്റെ അമ്മ, എന്റെ മാത്രം. എന്നെ പുറത്താക്കിയിട്ട് എന്റെ കുഞ്ഞിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചോ? ഞാനത് സമ്മതിക്കില്ല. അമ്മൂന് വേണ്ടി മാത്രമാണ് നീ എന്നെ ഇങ്ങനെ സഹിക്കുന്നതെന്ന് അറിയാം. എനിക്കറിയാം. അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ നീ സഹതാപം കാണിച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങളകത്തും ഞാൻ പുറത്തും. തുറക്കടാ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. നിക്ക്. എനിക്കെന്നെ വേണ്ട ശിവ.